SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ടാസ് തിരൂരിന്റെ ദീപാവലി ആഘോഷം 20-ന് തുഞ്ചൻ പറമ്പിൽ. തിരൂരിന്റെ കലാസ്വാദകരുടെ സംഘടനയായിട്ടുള്ള തിരൂർ ആർട്ട് സൊസൈറ്റി ടാസ് 100-ലധികം കുടുംബങ്ങളുടെ ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ്. ടാസ് തിരൂരിന്റെ പ്രതിമാസ നാടകമായിട്ടുള്ള നാടകം ഇപ്രാവശ്യം അരങ്ങേറുന്നത് തുഞ്ചത്ത് രാമാനുജന്റെ അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് നാമ അന്വർത്ഥമാക്കിയിട്ടുള്ള തിരൂർ തുഞ്ചൻ പറമ്പിലാണ്. തിരൂർ തുഞ്ചൻ പറമ്പിൽ ആർട്ട് സൊസൈറ്റിയുടെ ആദ്യത്തെ നാടകമാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്തെന്നാൽ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ OV വിജയന്റെ പ്രസിദ്ധമായ ചെറുകഥയായിട്ടുള്ള കടൽ തീരത്ത് എന്ന ഒരു കൊച്ചുകഥയുടെ നാടകാവിഷ്കാരമാണ് തുഞ്ചൻ പറമ്പിൽ അരങ്ങേറുന്നത്. ഈ ഒരു പരിപാടി അരങ്ങേറുമ്പോൾ കുട്ടികൾക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു പുസ്തകം കൂടി ആയതിനാൽ കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ തന്നെ ഈ നാടകം കാണുവാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തിരൂർ ആർട്ട് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഈ മാസം 20-ാം തീയതി, അതായത് ദീപാവലി ദിനത്തിൽ തിങ്കളാഴ്ച തുഞ്ചൻ പറമ്പിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓണം, വിഷു, പെരുന്നാള്, ക്രിസ്മസ് അതിന്റെ ഭാഗമായാണ് ദീപാവലി ദിനത്തിൽ തുഞ്ചൻ പറമ്പിൽ ഈ മാസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം ഒരു സംഗീത പരിപാടി, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഗീത പരിപാടിയും. ടാസ് തിരൂരിന്റെ ഒക്ടോബർ മാസ പ്രോഗ്രാം ദീപാവലി ദിനത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിനത്തിൽ സംഗീത സായാഹ്നവും കൈത്താങ്ങ് വിതരണവും പ്രശസ്ത സാഹിത്യകാരൻ OV വിജയന്റെ പ്രസിദ്ധമായ ചെറുകഥയെ ആസ്പദമാക്കി പ്രതിഭാ ചെമ്മാട് അവതരിപ്പിക്കുന്ന കടൽ തീരത്ത് എന്ന അമേച്ചർ നാടകവും തിങ്കളാഴ്ച വൈകുന്നേരം 6:30-ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിക്കുന്നു. എല്ലാ മാസവും കൈത്താങ്ങ് ചാരിറ്റി സേവനവും കലാ സാംസ്കാരിക സദസ്സും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കലാസ്വാദക ജനകീയ കൂട്ടായ്മയുടെ കലാവിരുന്ന്. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി സത്യാനന്ദൻ VV, ഖജാൻജി ജയരാജ് K, വൈസ് പ്രസിഡന്റ് കുമാരൻ CK, കൃഷ്ണകുമാർ KP, ജോയിന്റ് സെക്രട്ടറി പ്രോഗ്രാം കോർഡിനേറ്റർ സൂരജ് ബാസുര, ഈശ്വർ തിരൂർ രക്ഷാധികാരി, സൈനുദ്ദീൻ EK രക്ഷാധികാരി, അശോകൻ വയ്യാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.